ഞാൻ ഈ സംഘടനയെ പറ്റി പറയാനുള്ള കാരണം, ഷാഫി ഒരു സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഒരു സംഘടനവും കൂടാതെ ഒരു സംഘടനയുടെ ഭാഗമായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഷാഫിക്ക് ഒരു സംഘടനയുടെ ഭാഗമാണെന്നൊരു തോന്നലുണ്ടായിരുന്നു. ഈ സംഘടനയിൽ നിന്ന് ഇല്ലില്ല, ഈ സംഘടനയിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഭയങ്കര വലിയ കഷ്ടപ്പാടാണ്, എല്ലാവരും ഒറ്റപ്പെടുത്തും. ഈ ഒറ്റപ്പെടുത്തുന്നൊരു ഭീഷണിയാണ് ഈ സംഘടന മുഴക്കുന്നത്. അവരുടെ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനം നിങ്ങളെ ഒറ്റപ്പെടുത്തും. നിങ്ങളെ ഒറ്റപ്പെടുത്തി മാനസികമായിട്ട് ടോർച്ചർ ചെയ്ത് നിങ്ങൾ ഈ സംഘടനയുടെ അകത്ത് നിർത്തും. അപ്പോഴേ ഇതിൻ്റെ സത്ത് മനസ്സിലാക്കുക, ഈ സംഘടന കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നുവെച്ചാൽ നിങ്ങളെ ഒറ്റപ്പെടുത്തും എന്നുള്ള ഭീഷണിയാണെങ്കിൽ മനസ്സിലായി, അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ സംഘടനയുടെ മുദ്രാവാക്യം നിങ്ങളെ പിന്നെ നിങ്ങളുടെ ബന്ധുക്കൾ, അപ്പൻ, മാതാപിതാക്കൾ, അപ്പനും അമ്മയും വീട്ടിൽ പോലും കേട്ടെടുത്തു എന്നാണ് പറയണത്. നോക്കണം, ഒരു സംഘടന നമ്മുടെ ഭാരതത്തിൽ എവിടെയാണ്? കോഴിക്കോട്, എന്താ സ്ഥലത്തിൻ്റെ പേര്? കൊടുവള്ളിയിൽ. മനസ്സിലായി, NBT എന്നുള്ളൊരു സംഘടനയുടെ അംഗമായിരുന്നു ഷാഫി. കൊടുവള്ളിയിൽ ഉള്ള ഒരു സംഘടനയാണ് NBT എന്നാണ് ഇതിൻ്റെ പേര്. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ സംഘടനയെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തും. അങ്ങനെ ഭയന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നാണ് ഈ അടുത്തിടെ നമ്മൾ 24 ന്യൂസിൽ വന്നതുകൊണ്ടാണ് അവർ കിടന്ന് അലപ്പറയിടുന്ന് വീട്ടിൽ വന്ന് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്നു. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടൊരു കാര്യമാണ് പറയുന്നത്. മനസ്സിലായോ? എന്താണ് കാരണം? എന്താണ്? അവനവൻ്റെ റിയാലിറ്റി അറിയാൻ പാടില്ലാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും കേരളത്തിലുണ്ട്. മനസ്സിലായോ? സ്വന്തമായിട്ട് ജീവിക്കുന്ന ഭാഗം എങ്ങനെയാണെന്ന് അറിയാത്ത ആൾക്കാർ ഈ കൊച്ചു കേരളത്തിലുണ്ടെന്നുള്ള ഭാഗം ഞാൻ ഞെട്ടി അറിയുന്നൊരു കാര്യമാണ്. അത്ഭുതം പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതെങ്ങനെ സംഭവിക്കുന്നു? ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്രയും ഒരു വൃത്തികെട്ട സംവിധാനം മനുഷ്യൻ നിയന്ത്രിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവൻ്റെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു സവിശേഷത വളർത്തുന്ന ഭാഗം ഉണ്ടായില്ല. ഇവന് രോഗത്തിൽ നിന്ന് മാറാൻ എന്തെങ്കിലും കഴിവുണ്ടോ? സമാധാനത്തിൽ ജീവിക്കാനുള്ള ഏതെങ്കിലും ഭാഗമുണ്ടോ? അതൊന്നുമില്ല. അങ്ങനെയുള്ള യാതൊരു ഭാഗവും ഇല്ല. പക്ഷെ സംഘടനയുടെ അംഗമായിരിക്കണം. അതിനകത്ത് കെട്ടിപ്പിടിച്ച് ബലം പിടിച്ച് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് കേട്ടിട്ട് എനിക്ക് ഷാഫി പറയണത് നുണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായി? ഷാഫി കള്ളനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഭാഗം വീഡിയോയിൽ വേറെ കുറേ കുടുംബം കിടന്ന് അലവറയിട്ട് അടിവെക്കുന്നു, ബഹളം വെക്കുന്നു. ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. എന്താണ്? അയാളുടെ ഭാര്യനെ കാണാൻ അനുവദിക്കുന്നില്ല. കാരണം ഭാര്യ ഉടനെ മാറി സംഘടനയുടെ പേരിൽ. നോക്കണം, ഒരു സംഘടനയുടെ പേരിൽ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ചു, വീട്ടിൽ കയറ്റുന്നില്ല, അപ്പനെ കയറ്റുന്നില്ല വീടി വലിച്ചതിൻ്റെ പേരിൽ. ഈ ആള് ഈ പറയുന്ന അല്പക്കത്തിരുന്ന ആൾ ബീഡിയും സിഗരറ്റും നിരന്തരം വലിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു സമയത്ത് മനസ്സിലായി സിഗരറ്റും ബീഡിയും ശരിയല്ലെന്ന്. അപ്പം ഇയാൾ നിയമം ഉണ്ടാക്കി. നോക്കണം, വിഡ്ഢിത്തരം മനസ്സിലാക്കണം. അയാൾക്ക് തോന്നുന്നതാണ് ഇയാൾ നിയമമാക്കുന്നത്. അത്രയും കാലം ഇയാൾ ബീഡിയും സിഗരറ്റും, അതുകൊണ്ട് ഇവിടെ സംഘടനയുള്ള എല്ലാവർക്കും ബീഡിയും സിഗരറ്റും വലിക്കാമായിരുന്നു. ഇയാൾക്ക് തോന്നി. അപ്പോൾ ഒരു മനുഷ്യൻ്റെ തോന്നലിനനുസരിച്ച് കുറേ ആൾക്കാർ കിടന്ന് നിരങ്ങുകയാണ്. വിഡ്ഢികളല്ല ഇവരെല്ലാം. നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. മനസ്സിലായി? അപ്പോൾ നമ്മളുടെ ഇവിടെ സാക്ഷരത കേരളം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് സാക്ഷര കേരളം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന സംഘടനയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടാകുന്നുണ്ടെന്നുള്ള ഒരു ഭാഗം ഇതിലെ ഒരു അംഗം കണ്ടെത്തി. ഇത് പറഞ്ഞപ്പോൾ അങ്ങേരെ പുറത്താക്കി. നോക്കണം, എന്തൊരു വിഡ്ഢിത്തരമാണ്. അത് പരിശോധിക്കണ്ടേ? നമ്മുടെ സംഘടനയിലുള്ള ആൾക്കാർ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കക്ഷി ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കി. ഇത് കേരളത്തിലാണ്. എന്നിട്ട് കേരളത്തിലെ കേരളീയരെ അറിയുന്നില്ല. സാക്ഷരത കേരളം അറിയുന്നില്ല. ഒരൊറ്റ ചെറിയ സംഘടനയെ പറ്റിയാണ് പറയുന്നത്. ഏതോ ഒരു മൂലക്ക് ആരും അറിയാതെ കേരളത്തിൽ ഇങ്ങനെയൊരു സംഘടന ഉണ്ടെങ്കിൽ കേരളം എന്താണ് പരിശോധിക്കണം. കേരളം എന്താണെന്ന് പരിശോധിക്കണം.
ഇവരൊക്കെ ഈ പറയുന്ന വീഡിയോയിൽ വന്ന ഈ 24 എന്ന് പറഞ്ഞ ചാനലിലാണ് വന്നത്. നമ്മുടെ അരുൺ അല്ലേ, അരുണാണ് അതിൻ്റെ റിപ്പോർട്ടർ എന്ന ചാനൽ. അരുണാണ് അതിൻ്റെ ആങ്കറായിട്ട് നിന്ന് അതിൻ്റെ വിശദീകരണം വന്നത്. നമ്മൾ മീഡിയയിൽ കണ്ട കാര്യമാണ് പറഞ്ഞത് കേട്ടോ. മറ്റേത് ഈ പറയുന്ന ഈ സംഘടനയിൽ ആത്മഹത്യ നിരക്ക് കൂടുതലാണെന്നുള്ള ഭാഗം ഷാഫി എന്നോട് പറഞ്ഞതാണ്, മനസ്സിലായി, അല്ലെങ്കിൽ വേറെ ആരിൽ നിന്ന് കിട്ടിയതല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത് അവിടെ മാത്രമായിരിക്കില്ല. കാരണം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്താണ്, എങ്ങനെയാണ് എന്ന് അറിയാൻ പാടില്ലാത്ത വലിയൊരു ജനവിഭാഗമുണ്ട്. വിശ്വസിക്കാൻ ഒരാളെ, മനസ്സിലായ, വിശ്വസിക്കാൻ. അപകടം ഇതാണ്, മറ്റൊരു വ്യക്തിയെ വിശ്വസിച്ച് നമ്മുടെ ജീവിതം. ഇനി ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഭാഗമുണ്ട്. താടിയും മുടിയും വളർത്താൻ പാടില്ല, താടിയും മുടിയും വളർത്താൻ പാടില്ല. ഒരു വ്യക്തിയുടെ മൗലിക അവകാശത്തെ നിഷേധിച്ചുകൊണ്ട്, ഒരു വ്യക്തിയുടെ മൗലിക അവകാശത്തെ സിഗരറ്റും ബീഡിയും വലിക്കുന്നതൊക്കെ നമുക്കൊക്കെ പറയാം, ചെയ്യരുതെന്ന് പറയാം. പക്ഷെ താടിയും മുടിയും വളർത്താൻ പാടില്ല. ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അവനെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്ന ഭാഗമാണ്, മനസ്സിലായി. കാരണം അവൻ്റെ മാനസികാവസ്ഥ തകർന്ന് തരിപ്പണമാകുന്ന ഭാഗമാണ്. യാതൊരു സംശയവും വേണ്ട. ഒരു വ്യക്തിക്ക് വ്യക്തിത്വ ബോധം, അഭിമാനത്തെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നിനക്ക് നിന്റെ ഇഷ്ടത്തിന് താടിയും മുടിയും വളർത്താൻ പാടില്ല എന്ന് പറയുന്നത്. മാനസിക രോഗിയാക്കുകയും, ഒരു സംശയവും വേണ്ട. ഒരു വ്യക്തിയെ അവഹേളിക്കാൻ ഇതിനേക്കാൾ കൂടുതൽ യാതൊന്നും വേണ്ട, യാതൊന്നും വേണ്ട. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഈ കൊച്ചു കേരളത്തിൽ ഇതിങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ കേരളീയരായിട്ടിരിക്കുന്നെന്ന് പറയുന്നതിനകത്ത് ഒന്നുകൂടി പരിശോധിക്കണം, ഒന്നുകൂടി പരിശോധിക്കണം. എവിടെയൊക്കെ നല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, മനസ്സിലായി. ഒരു സംഘടനയും ആരെയും ദുർബലമാക്കാൻ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. വീട്ടിൽ കയറി വന്ന് കുറേ പേര് കിടന്ന് ബഹളം വെക്കുകയാണ്. അതെന്ത് സംഘടന? സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും യാതൊരു ലക്ഷണവും ആ വീട്ടുമുറ്റത്ത് വന്ന ആൾക്കാരുടെ ആരുടെയും മുഖത്തില്ല. എല്ലാവരും തീവ്രമായിട്ടുള്ള ആസക്തിയോടുകൂടിയാണ് നിൽക്കുന്നത്. അവിടെ ഒരു പെൺകുട്ടി, അവള് വന്ന് ഈ വ്യക്തി ആരെയോ അടിച്ചു. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ ആ പെരയിലൊക്കെ ഇവൾക്ക് ഹിസ്റ്റീരിക്കലായി. എന്നുവെച്ചാൽ ഇവിടെ നിയന്ത്രണം വിട്ടുപോയി. ഇത് പെട്ടെന്നുണ്ടായ ഒരു സന്ദർഭം കൊണ്ടല്ല. ഒരു വ്യക്തി ഹിസ്റ്റീരിക്കൽ ആകുന്നത് നിരന്തരമായിട്ടുള്ള ടോർച്ചറിങ് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ഹിസ്റ്റീരിയ ഉണ്ടാകത്തില്ല. നിരന്തരമായിട്ടുള്ള മാനസിക പീഡനം കൊണ്ടാണ് ഒരു വ്യക്തി ആത്മഹത്യയിലോട്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഒരു വ്യക്തി ഒരു സംഘടനയിൽ നിന്നൊരു വ്യക്തി ആത്മഹത്യയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ സംഘടനയിൽ ദുർബലത വളരെ വ്യക്തമായിട്ടുണ്ട്, യാതൊരു സംശയവും വേണ്ട. ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, ആ സംഘടനയിൽ നിന്ന് ബാക്കിയുള്ളവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ അഭിവൃദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അതിനകത്തുനിന്ന് മാറാനുള്ള യാതൊരു താല്പര്യവും ഉണ്ടാകത്തില്ല. സംഘടന ശക്തിയാണെങ്കിൽ അത് ഒരു വ്യക്തിയെ വേദനിപ്പിക്കത്തില്ല. രണ്ടുപേരും സമാധാനത്തിൽ കൂടി നോക്ക്, മൂന്നാമത്തെ ആൾക്ക് സമാധാനമായിരിക്കും. സത്യസന്ധതയിലാണെങ്കിൽ കൃത്രിമമായിട്ട് മറ്റൊരു വ്യക്തിയെ ഫോഴ്സ് ചെയ്ത് ഒരിക്കലും ആരെയും നമുക്ക് സമാധാനത്തിലാക്കാൻ പറ്റത്തില്ല, യാതൊരു സംശയവും വേണ്ട. ഇങ്ങനൊരു ഭാഗം ഇത്രയെങ്കിലും നമ്മളുടെ ഒരു യൂട്യൂബ് ചാനലിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഇത് മനസ്സിലാക്കാനുള്ള യോഗ്യതയുള്ളവർ മനസ്സിലായിക്കോട്ടെ. നിങ്ങളെ ആർക്കും നിയന്ത്രിക്കാൻ വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ് നിങ്ങളുടെ ഗുരു. വേറെ ഗുരു നിങ്ങൾക്കില്ല. വേറെ ഗുരു ഉണ്ടെന്ന് നിങ്ങളെ കബളിപ്പിച്ച് നിങ്ങളെ അപകടപ്പെടുത്തിയിരിക്കുക. നിങ്ങളുടെ ഗുരു നിങ്ങളുടെ ഹൃദയമാണ്. വേറെ ഗുരു നിങ്ങൾക്കുണ്ടാകരുത്.